بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനകളും നിർദ്ദേശങ്ങളും വിരോധങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഒന്നാമതായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ ആ രീതിയിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, നാളെ സ്വർഗം ലഭിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഹാജിമാർ പരിശുദ്ധമായ പുണ്യമായ ഭൂമിയെ, നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ്. ജീവിതത്തിൽ ഒരു വേള ആ പുണ്യഭൂമിയിൽ കാലുകുത്താൻ സാധിക്കാത്തവരായ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി നിരന്തരമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും യാത്ര എളുപ്പമാക്കി കൊടുക്കുകയും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം ആരോഗ്യത്തോടുകൂടി നിർവഹിച്ച് പിറന്ന കുഞ്ഞിനെ പോലെ തിരിച്ചു വരാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. അള്ളാഹു അത്തരം സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പുണ്യമാക്കപ്പെട്ട നാട് മക്ക, വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അതിനെക്കുറിച്ച് ഖുർആൻ പല രീതിയിലും പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിശുദ്ധ ഖുർആൻ നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു വചനമാണ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഈ രാജ്യത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്തു പറയുന്നു ഒരു വചനമാണ്. മക്ക രാജ്യത്തെ മുൻനിർത്തി, നഗരത്തെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്തു പറയാണ്. മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും, വഹാദൽ ബലദിൽ അമീൻ. നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കി മാറ്റണം. അത് കൃത്യമായി പുലരുന്ന ഒരു കാലത്തും സന്ദർഭത്തിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മറ്റെവിടെയും ലഭിക്കാത്ത സുരക്ഷിതത്വവും സമാധാനവും അനുഭൂതിയും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ ആവേശത്തോടെ, വിശ്വാസത്തോടെ, മനസ്സിന്റെ ഉള്ളിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള അചഞ്ചലമായ ബോധത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന വിശിഷ്ടമായ പരിശുദ്ധമായ മക്ക മരുഭൂമിയും അനുബന്ധമായ പ്രദേശങ്ങളും കഅബാലയവും ഒക്കെ നമ്മുടെ മനസ്സിലും ഇത്രമേൽ ഹൃദ്യമായി നിലകൊള്ളുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിന്റെ
96-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ ഉലിഅ ലിന്നാസി, മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം ലല്ലദീ ബിബക്ക, അത് മക്കയിലുള്ളതാണ്, ബക്കയിലുള്ളതത്രേ. മുബാറക്കൻ, ആ ഭവനം അത് അനുഗ്രഹീതമായും വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് മാർഗദർശനമായിട്ടുമാണ് അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളത്. ആ നിലക്ക് ചരിത്രപരമായും സാമൂഹികമായും വിശ്വാസപരമായും ഒക്കെ ഏറെ പവിത്രതയുള്ള മഹത്വമുള്ള ഒരു നാടാണ് മക്ക എന്ന് വിശ്വാസികളായ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. മഹാനായ പ്രവാചകൻ തന്റെ ഹിജ്റയുടെ സന്ദർഭത്തിൽ മക്ക വിട്ട് മദീനത്തേക്ക് പലായനം ചെയ്യുന്ന ഘട്ടത്തിൽ അവസാനം തിരിഞ്ഞു നിന്നുകൊണ്ട് നടത്തുന്ന ഹൃദയഭേദകമായ ഒരു സംസാരമുണ്ട്. ആ സംസാരം ചരിത്ര പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. റസൂൽ പറയാണ്, പിറന്ന നാടും പരിശുദ്ധമാക്കപ്പെട്ട നാടും പിതൃവ്യരായ പൂർവ്വപിതാക്കളായ ആളുകളൊക്കെ നാട് വിട്ടുകൊണ്ട് പ്രവാചകൻ പോകുമ്പോ പ്രവാചകൻ തിരിഞ്ഞു കൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ല, അല്ലാഹുവാണ് സത്യം, നീ അല്ലാഹുവിന്റെ ഈ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും ഹൈറായ ഒരു ഭൂമിയാണ് നീ. വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് നീ. മക്കയോട് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഇവിടെ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ലായിരുന്നു എന്ന്. അത്രമേൽ മഹത്വമുള്ള ഒരു നാടും നഗരവും ആ നഗരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹജ്ജിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന, യാത്രക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക അൽ ഖസ്ദു ഇലല്ലാഹ് എന്നാണ്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യം ഹജ്ജ് ചെയ്ത ആളുകളുടെ മനസ്സിലും ഇനി ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുന്നവരുടെ മനസ്സിലും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അൽ ഖസ്ദു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്രയാണ് അൽ ഖസ്ദ് എന്ന് പറയാം. അത്രമേൽ മഹത്തരമായ എല്ലാം അല്ലാഹുവിലേക്കാണ്. അവിടെ മറ്റൊന്നും അവിടെ പ്രസക്തി അതിനില്ല, മറ്റു യാതൊന്നും പ്രസക്തിയില്ല. ആലോചിച്ച് നോക്കൂ, ഒരുപാട് അതിഥികളെയും ആതിഥേയരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പല സന്ദർഭത്തിലും ആതിഥേയരായിട്ടുണ്ട്, പലപ്പോഴും അതിഥികളായിട്ടുണ്ട്. പക്ഷേ ഈ ഭൂമി ലോകത്ത് ആതിഥേയനായി റബ്ബ് നിൽക്കുകയാണ്. അതിഥിയായി വിശ്വാസികളായ ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ അതിഥികളായി, അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ഏറ്റവും ഉന്നതനായ ആതിഥേയനാണ് വിളിക്കുന്നത്. ആ ആതിഥേയന്റെ വിളി കേട്ടുകൊണ്ടാണ്, അള്ളാഹുവിന്റെ അതിഥിയായിക്കൊണ്ടാണ് ഓരോ ഹാജിമാരും അവിടേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ അത് എത്രമാത്രം മഹത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹത്തരമായ ഒരു ആരാധനാ കർമ്മം, പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തേതും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ളതുമായ ഈ ഹജ്ജ് കർമ്മത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന കുറെ ശിആറുകളുണ്ട്, അടയാളങ്ങളുണ്ട്. ശിആർ എന്ന് പറയുന്നത് അടയാളം എന്നാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന അടയാളങ്ങൾ, അതിൽ സ്ഥലങ്ങൾ കൊണ്ടുള്ള അടയാളമുണ്ട്. ശആഇറും ബിൽ മക്കാൻ, സ്ഥലം കൊണ്ടുള്ള അടയാളമുണ്ട്, അത് മക്കയാണ്. അങ്ങനെ കുറെ സ്ഥലങ്ങൾ. അതുപോലെ ബിൽ അസ്ർ, ശിആറും ബിൽ അസ്ർ, കാലം കൊണ്ടുള്ള അടയാളം. ചില പ്രത്യേകമായ സമയത്തിനും കാലഘട്ടത്തിനും ഒക്കെ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഹജ്ജിൻ്റെതായ ദുൽഹിജ്ജ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അത്രമേൽ പവിത്രമായ കാലമാണ്. അതുപോലെ ശിആറും ബിൽ ഇബാദാത്ത്, ആരാധനകളിലുള്ള ഇസ്ലാമിന്റെ അടയാളം. അത് നമസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, നോമ്പുണ്ട്, ബലിയുണ്ട്. ഇത്രയും മുഴുവൻ ആരാധനാ കർമ്മങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു ആരാധന. അതുപോലെ ചില വസ്തുക്കൾ കൊണ്ടൊക്കെയുള്ള അടയാളങ്ങളുണ്ട്. അവിടെ പിന്നെ കഅബാലയമുണ്ട്, ഹജറുൽ അസ്വദ് ഉണ്ട്, അതുപോലെ ജംറകളുണ്ട്. ഇവയൊക്കെയും ചില പ്രത്യേകമായ വസ്തുക്കൾ കൊണ്ട് അതിൽ തന്നെ പെട്ടതാണ്. മറ്റൊന്ന് ബലിമൃഗങ്ങൾ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിന്റെ അടയാളങ്ങളായി പ്രത്യേകം എടുത്തു പറഞ്ഞ സ്ഥലവും കാലവും ആരാധനകളും
വസ്തുക്കളും ഒക്കെ ഒരുപോലെ ചേർന്ന് വരുന്ന മറ്റൊരു ആരാധനാ കർമ്മം വേറല്ല. അതുകൊണ്ട് തന്നെ അത്രയും പവിത്രമായ മഹത്തരമായ ഒരു കർമ്മമാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകുന്നത് അതുകൊണ്ടാണ്. ജീവിതകാലം അത്രയും സമ്പാദിച്ച തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വലിയ വിഹിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നതുകൊണ്ടാണ് ഇത്രമേൽ മഹത്വമുള്ള ഒരു ആരാധനാ കർമ്മമാണ്. ഇത്രമേൽ പവിത്രമായ ഒരു ഭൂമിയാണ്. ആ ഭൂമിയിലേക്കും ആ ആരാധനാ കർമ്മത്തിലേക്കും വന്നു ചേരാനുള്ള മനുഷ്യരുടെ വിശ്വാസികളുടെ ആഗ്രഹമാണ്. ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻകാലങ്ങളിൽ ഹജ്ജ് കർമ്മത്തിന്റെ ത്യാഗവും പ്രയാസവും എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയുള്ള യാത്രയായിരുന്നു. ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഒരുക്കത്തിന്റെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയായിരുന്നുവെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുവേണ്ടി ഒരുങ്ങുന്നവരും ഹജ്ജ് കർമ്മം നിർവഹിച്ചവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് സാമൂഹികമായ അന്തരീക്ഷമാണ്. അതെല്ലാ ആരാധനാ കർമ്മങ്ങളിലും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സാമൂഹികമായ അന്തരീക്ഷം. നമുക്കറിയാം, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി ഉമ്മ പ്രസവിച്ച പിഞ്ചു പൈതലിനെ പോലെ തിരിച്ചു വരുന്ന ഹാജി പിന്നീട് മരണം വരെയും ആ ഒരു പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന ഏറ്റവും ഗൗരവമുള്ള ഒരു വെല്ലുവിളിയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഹാജിയും ഹാജിയാവാൻ ആഗ്രഹിക്കുന്നവരുടെയും മുമ്പിലുള്ളത്. അത് നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അങ്ങനെയുള്ള ഹാജിമാരായി മാറാനാണ് ഓരോരുത്തരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടത്. കേവലം ആ പുണ്യഭൂമി ഒന്ന് കാണാനല്ല, അവിടെ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗള ശരീഫിലേക്ക് ഒന്ന് എത്തിപ്പെടാനല്ല, മദീനത്തെ കടന്നു ചെല്ലാൻ വേണ്ടി മാത്രമല്ല. അതോടുകൂടി ഞാനായിത്തീരുന്നത് ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെയാണ്. ആ പിഞ്ചു പൈതലിനെ പോലെ ജീവിതത്തിന്റെ അവസാനം വരെയും ജീവിക്കുക എന്ന് പറയുന്ന അത്രമേൽ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഞങ്ങളുടെ നാട്ടില് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ യാത്രയപ്പ് സംഘടിപ്പിച്ചപ്പോ ഹജ്ജിന് പോകുന്ന ആളുകൾ പങ്കുവെച്ച ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു ആശങ്കയും അത് തന്നെയായിരുന്നു. ഹജ്ജ് കർമ്മത്തിന് പോകുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഇൻഷാ അല്ലാഹ് അവിടെ എത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശങ്ക ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ പശ്ചാത്തലത്തിൽ എങ്ങനെ ആ ഒരു പവിത്രത മരണം വരെയും കാത്തു സൂക്ഷിക്കുമെന്ന ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെയും ആ രീതിയിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഗൗരവത്തോടു കൂടി ഓർത്തെടുക്കുമ്പോൾ വിശ്വാസികളായ അഞ്ച് നേരം നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഹജ്ജിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവരായ ആളുകൾ അവർ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് ഓരോ ശ്വാസത്തിലും, ഓരോ ചിന്തയിലും, ഓരോ നടത്തത്തിലും പ്രപഞ്ചനാഥനായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് റബ്ബിന് അനിഷ്ടകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നില്ല എന്ന ഗൗരവമുള്ള ഓർമ്മകളിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് അറിയോ? അത് തൗഹീദിന്റെ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പല സന്ദർഭത്തിലും വിശദീകരിച്ചതാണ്. ഷഹാദത്തിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് പഞ്ചസ്തംഭങ്ങളിൽ അവസാനത്തതും നിർവഹിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, വിശ്വാസി കടന്നു ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ ഹജ്ജ് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആലോചിച്ചു പോകും. മഹാനായ പണ്ഡിതൻ ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്നത് മനുഷ്യന്റെ മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഈ ബോധ്യത്തെ കുറിച്ചാണ്. ഹജ്ജിന്റെ യുക്തി എന്താണ് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഹജ്ജ് ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി അത് മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരണം. തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി എന്ന് പറയുന്ന പോലെ, നോമ്പിന് വേണ്ടി ഒരുങ്ങുന്നതോടുകൂടി എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി മറ്റൊരു മനുഷ്യനായി രൂപപ്പെടുകയാണ്. അതുവരെയും ഉള്ളവനല്ല. ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്ത് അതിനുവേണ്ടി കാത്തിരുന്ന് സെലക്ഷൻ ആകുന്നതോടുകൂടി തന്നെ ആരംഭിക്കുകയാണ്. പിന്നെ അവൻ കാണുന്നവരോടൊക്കെ പറയാണ്, പുറത്തുവരണം കേട്ടോ, പറഞ്ഞു പോയതുണ്ടാവും, ചെയ്തു പോയതുണ്ടാവും, സാമ്പത്തികമായുള്ളതുണ്ടാവും, ഒക്കെ വിട്ടുതരണം. എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കണം. ഞാനൊരു മുൻകോപിയാണ്, ഞാൻ കോപിക്കാറുണ്ട്, ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ ചിലപ്പോൾ ചിലരെ പരിഹസിക്കാറുണ്ട്, അത് തമാശക്ക് പറയുന്നതാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനായി രൂപാന്തരപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി
ആ പരിശുദ്ധമായ കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ അവന്റെ താല്പര്യങ്ങളോടും അവന്റെ ഇഷ്ടങ്ങളോടും ഒക്കെ അവിടെ വെച്ചുകൊണ്ട് ആ യലംലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോട് കൂടി തന്റെ മുഴുവൻ ഇഷ്ടങ്ങളോടും വിരക്തി പ്രഖ്യാപിച്ച് ഒരു പുതിയ മനുഷ്യനാവാൻ തയ്യാറെടുക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മത്തിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിലും നമ്മുടെ നമസ്കാരത്തിലൂടെ ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അതുപോലെ മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 2 കഷ്ണം തുണി ജീവിതത്തിൽ എല്ലാം ഉള്ളവനും ഇല്ലാത്തവനും, ഏത് നാട്ടുകാരനും ഏത് രാജ്യക്കാരനും ഒക്കെ 2 കഷ്ണം തുണി അവന്റെ ശരീരത്തോട് ചേർത്ത് വെക്കുമ്പോ കഫൻ ചെയ്യുന്നത് പോലെ അവനതിനെ കുറിച്ച് ഓർമ്മ വരിക അല്ലെ. അവസാനം ഈ ഭൂമി ലോകത്ത് യാത്ര പോകുമ്പോ നമ്മളും ആ രീതിയിലാണ് പോകുന്നത്. 3 കഷ്ണം തുണിയാ കൊണ്ടുപോവുക. ഇതുപോലെ 2 കഷ്ണം തുണിയുമായിട്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുക. മുസ്ദലിഫയിൽ രാപ്പാർക്കലുണ്ട്. മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നതിനെ പണ്ഡിതന്മാർ കൃത്യമായി പറയുന്നത് അത് ഖബറിടത്തിൽ ഒരു മനുഷ്യൻ കഴിയുന്നത് പോലെയാണ്. അത്രമേൽ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. പോയ ആളുകൾക്ക് അറിയാം, ഒന്ന് നിവർന്നു കിടക്കാനോ ഒന്ന് ഇളകി കിടക്കാനോ കഴിയാത്ത വിധം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെയും ഇതുപോലെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു സന്ദർഭം. അതുപോലെ അതിനുശേഷം ഹജ്ജ് കർമ്മത്തിന്റെ പ്രധാന കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി അറഫയൊക്കെ ഒരുമിച്ച് കൂടുന്നത് മഹ്ശറ മരുഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ അവസാനം ഈ ഭൂമി ലോകത്തേക്ക് പറന്നുപോണ കുട്ടി വരെയും ഒരുപോലെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് പോലെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഒരുമിച്ച് കൂടിയ മുഴുവൻ ഹാജിമാരും ഒരുമിച്ച് ആ അറഫ മരുഭൂമിയിൽ സമ്മേളിക്കുമ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ബോധ്യം വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നാണ്. അവിടെ അവസാനം ജംറകളിൽ കല്ലെറിയുമ്പോ അവിടെ വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. അവൻ യഥാർത്ഥത്തിൽ പിശാചിനെയല്ല, പൈശാചികമായി തന്റെ മനസ്സിലുള്ള മുഴുവൻ കറകളെയും ആ സ്തൂപങ്ങളിലേക്ക് എറിഞ്ഞ് പൂർണ്ണാർത്ഥത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ കളങ്കങ്ങളില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്ത മനുഷ്യനായി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണം മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. ഓരോ വർഷവും 30 ലക്ഷമോ 25 ലക്ഷമോ അതിലേറെയൊക്കെ ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിലൂടെ ഓരോ വിശ്വാസിയുമായി തീരുന്നത് ഒരു ഉമ്മ പെറ്റ പിഞ്ചുകുട്ടിയെ പോലെയാണ്. ആ രീതിയിൽ ഓരോ വർഷവും 30 ലക്ഷവും 25 ലക്ഷം ആളുകളും ഇങ്ങനെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതോടെ ലോകത്ത് വിശ്വാസികളായ ആളുകൾ അവർ ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന്റെ അനന്തര ഫലമായി വിശ്വാസിയായി ജീവിക്കുവാൻ തയ്യാറാകുന്നതിനേക്കാളും വലിയ ഒരു ദഅവത്ത് നമുക്ക് വേറെ നടത്താനില്ല. ഹാജിയാണെങ്കിൽ അയാൾ പരിശുദ്ധനായിരിക്കും, ഹാജിയാണെങ്കിൽ അയാൾ വിശ്വസ്തനായിരിക്കും, ഹാജിയാണെങ്കിൽ അയാൾ കരാറ് പാലിക്കും, ഹാജിയാണെങ്കിൽ സംസാരം ശ്രദ്ധിക്കും, ഹാജിയാണെങ്കിൽ ഇടപാടുകൾ ശ്രദ്ധിക്കും എന്ന് പറയുന്ന തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുഴുവൻ വിശ്വാസി സമൂഹവും ഇങ്ങനെ ഓരോ വർഷവും 25-30 ലക്ഷം ആളുകൾ മാറി മാറി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന്റെ ഗുണം യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്ന സമൂഹത്തിനുണ്ടാകണം. അതെ, ഹാജിയെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റണം, നമസ്കരിക്കുന്നവനെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റണം, നോമ്പനുഷ്ഠിച്ചവനെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റണം. അത്രമേൽ ഒരു സംസ്കരണം വിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. അല്ലാത്തിടത്തോളം കാലം അത് കേവലമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി അത് നിലനിൽക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരം മുതൽ അങ്ങോട്ട് ഹജ്ജ് കർമ്മം വരെയുള്ള ഏത് കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോഴും അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ആത്യന്തികമായ ലക്ഷ്യം അത് സ്വബോധത്തോടു കൂടി നമ്മളിൽ ഉണ്ടാകുന്ന തരത്തിൽ നമ്മൾ ജീവിക്കണം. ഇവിടെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയ ആളുകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യം ഏറ്റവും സുരക്ഷിതമായി, യാത്ര എളുപ്പമായി, ആരോഗ്യത്തോടു കൂടി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഹജ്ജിന് തയ്യാറെടുക്കുന്ന ആളുകൾ, പോയ ആളുകൾ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രീതിയിൽ പോവാനും സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പിന്നീട് അവിടെ എത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു കർമ്മമായിട്ട് മാറും. ആ രീതിയിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെയുള്ള ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആ രീതിയിൽ തന്നെ തിരിച്ചു വരാൻ
നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ മഹലിൽ ഒരു ഷെയറായി നിശ്ചയിച്ചിട്ടുള്ളത് 7000 രൂപയാണ്. ഉദ്ദേശിക്കുന്ന ആളുകൾ അവസാന സമയത്തേക്ക് മാറ്റിവെക്കാതെ വേഗം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അവരുടെ വിഹിതം ഏൽപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ചില അപശബ്ദങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അഹിംസയുടെ പേര് പറഞ്ഞ്, മാനവികതയുടെ പേര് പറഞ്ഞ് ബലിയെ അനിസ്ലാമിക മാറ്റാനും ആ ബലികർമ്മങ്ങൾക്ക് പകരം മറ്റു രീതിയിലുള്ള ചില പ്രവർത്തന മേഖലകൾ കണ്ടെത്തുന്നതാണ് നല്ലത് എന്നൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന തരത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പാവങ്ങളായ ആളുകൾക്ക് ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാൻ, പാവങ്ങളായ ആളുകൾക്ക് പിന്നെ മുച്ചക്ര വാഹനങ്ങൾ വാങ്ങിക്കൊടുക്കാനൊക്കെ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒറ്റയടിക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ ആ പറഞ്ഞത്. എത്ര ലക്ഷക്കണക്കിന് കാലികളാണ് ഈ ബലിയുടെ പേരിൽ ഇവിടെ കശാബ് ചെയ്യപ്പെടുന്നത്, എത്ര മൃഗങ്ങളാണ് ഈ രൂപത്തിൽ അറവ് ചെയ്യപ്പെടുന്നതുകൊണ്ട് അതിന് പകരം ഈ ഓരോ വിഹിതവും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾ നടത്തിയാൽ പോരെന്നാണ്. അതിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എല്ലാ മേഖലയും കൃത്യമായി മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മാനവികതയുടെയും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കേണ്ട മതം എന്ന നിലയ്ക്ക് സക്കാത്ത് നിർബന്ധമാക്കി. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് 2.5% പാവങ്ങളായ ആളുകൾക്ക് നിർബന്ധപൂർവം മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. അതോടൊപ്പം സ്വതക്ക അത്രമേൽ ഗൗരവത്തോടു കൂടി ഏറ്റവും ഉത്തമമായ ഒരു പ്രവൃത്തിയായി വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചു. അതിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് ബലിയും. ലോകത്തിന്റെ വിവിധ നമുക്ക് എന്തുകൊണ്ടെന്ന് അതിന്റെ വലുപ്പം മനസ്സിലാവാത്തത്, പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നടക്കുന്ന ബലിമൃഗങ്ങളുടെ മാംസം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പട്ടിണിപ്പാവങ്ങളായ ആളുകളിലേക്ക് കൃത്യമായി സംസ്കരിച്ച് എത്തിക്കപ്പെടുന്ന ഒരു വലിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളുമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു ദിവസം ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ രാജ്യത്തും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ ആ ബലിമൃഗത്തിന്റെ മാംസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു മാനവികതയുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നമ്മളത് എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം ഇതുപോലെ ഒന്നും ലഭിക്കാത്ത ആളുകളിലേക്ക് അതിന്റെ മാംസം എത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന മാനവികതയുടെ ജീവകാരുണ്യത്തിന്റെ ചേർത്ത് പിടിക്കലിന്റെ വശങ്ങൾ ഇസ്ലാം അതിന് ബലിയെറുക്കുന്ന ആ ഒരു ദിവസത്തേക്ക് മാത്രം കാത്തു നിന്നിട്ടില്ല. അതിന് മറ്റുള്ള ഒരുപാട് വഴികൾ, വിശ്വാസത്തിന്റെ ഭാഗമെന്നോണം, നമസ്കാരത്തിന്റെ ഭാഗമെന്നോണം, നിർവഹിക്കുന്ന മറ്റ് ആരാധനാ കർമ്മങ്ങളുടെ ഭാഗമെന്നോണം ഐച്ഛികമായും നിർബന്ധമായും തന്റെ സമ്പത്തിൽ നിന്ന് ഒരു നിർണിതമായ വിഹിതം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പഠിപ്പിച്ച മതം എന്ന നിലക്ക് ആ രീതിയിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കളൊക്കെ മറ്റൊരു സ്കൂളിലെ തേടിയൊക്കെ അഡ്മിഷനൊക്കെ പോകുന്ന ഒരു സമയത്തും സന്ദർഭത്തിലുമാണ്. അവിടെ നമ്മൾ പലപ്പോഴും പല കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, എവിടെയാണോ വൈബ് കൂടുതലത് അവിടെ പിന്നെ അഡ്മിഷൻ എടുക്കാന്നൊക്കെ രീതിയിലാണ്. അവിടെ രക്ഷിതാക്കൾ ആലോചിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അതിനോട് ചേർന്ന് പള്ളികൾ വേണം, നമസ്കരിക്കാൻ സൗകര്യങ്ങൾ വേണം, ജുമുഅ ഖുത്ബകളിൽ കൃത്യമായി പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ വേണം. നമ്മുടെ കണ്ണെത്തുന്ന ഭാഗത്തായാൽ അത് ഏറ്റവും നന്ന്. ആ രീതിയിലായിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്. മറ്റുള്ള പല രീതിയിലുള്ള സ്വാധീനങ്ങളെയും അതല്ലെങ്കിൽ മറ്റു രീതികളെയും ഒക്കെ നമ്മൾ അതിനൊക്കെ സമീപിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ പല രീതിയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കുട്ടികളും ശ്രദ്ധിക്കണം. നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന തലത്തിൽ മറ്റു തലങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതിന്റെ അപകടങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഏറ്റവും മനോഹരമായി പഠിക്കുവാനും അതുപോലെ നമ്മുടെ വിശ്വാസ അനുഷ്ഠാന ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന നല്ല സ്ഥാപനങ്ങൾ നോക്കിയായിരിക്കണം
നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അതുപോലെ മദ്രസയിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മദ്രസ പുറത്ത് സാരില്ല, അത് ഏതെങ്കിലും ഒരു ഓൺലൈൻ മദ്രസയിൽ ചേർത്തിയാൽ അത് മതി. രാവിലെ മുതൽ അടങ്ങാറായിട്ട് എന്തിനാ മദ്രസക്ക് പറഞ്ഞേക്കണത്? കുട്ടികൾ രാവിലെ തന്നെ 6 മണിക്കും 7 മണിക്കും ഒക്കെ മദ്രസയിൽ എത്തിക്കണമെങ്കിൽ എപ്പോൾ എണീക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് അത് ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ ആരെങ്കിലും ഓൺലൈനിൽ ക്ലാസ് എടുത്താൽ അത് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതപരമായ വിദ്യാഭ്യാസമാണ് എന്ന കൃത്യമായ ബോധ്യം രക്ഷിതാക്കളായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ രീതിയിൽ എല്ലാത്തിനെയും ക്രിയാത്മകമായി ആലോചനകളോടുകൂടി അഭിമുഖീകരിക്കാനും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ ദഅവ ഫണ്ടിന് വേണ്ടിയുള്ള കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന ഒരു വിഹിതം എന്ന നിലയ്ക്ക് കഴിയുന്ന അത്ര ആളുകൾ പരമാവധി സംഭാവന അതിനുവേണ്ടി നൽകണമെന്ന് സൂചിപ്പിക്കുകയാണ്. നാളെ ശനിയാഴ്ച ചമ്മാട് വെച്ചിട്ട് കേരള മസ്ജിദ് കോൺഫറൻസ് നടക്കുകയാണ്. പള്ളി കമ്മിറ്റിയുടെയും ഖത്തീബുമാരുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും ഒക്കെ ഒരു വലിയ കോൺഫറൻസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൽ പങ്കെടുക്കണമെന്ന് ഈ ഒരു സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളെയും അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകളെ എല്ലാം പൊറുക്കുന്ന നാഥൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ, സന്താനങ്ങൾ, അള്ളാഹു അത്തരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവന്റെ വിശാലമായ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും വിശ്വാസം മുറുകെ പിടിച്ച് തസ്കിയത്ത് മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളിൽ നിന്നും നമ്മുടെ ഇണകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരായ മറ്റു പലരും പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വേറെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെയും പ്രയാസത്തെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരനുഭവിക്കുന്ന അസുഖങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിലുള്ള ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര തിരിച്ചിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു യാത്ര ഏറ്റവും എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് പിറന്ന കുഞ്ഞിനെ പോലെ തിരിച്ചു വരാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا صلاتنا وصيامنا وسائر عباداتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.